തിരുവനന്തപുരം പോകാൻ പ്ലാനുണ്ടെങ്കിൽ പൂവാർ ഐലൻഡ് കാണാതെ നമ്മൾ തിരിച്ചു പോരരുത് കേട്ടോ. മനോഹരമായ കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും ഈ യാത്രയെ നമുക്ക് മനോഹരമാക്കി തരും. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 കിലോമീറ്ററും നെയ്യാറ്റിൻകരയിൽ നിന്ന് 10 കിലോമീറ്ററും അതുപോലെ കോവളത്തിൽ നിന്ന് ആകെ 20 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പൂവാർ ഐലൻഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. നമുക്ക് 750 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, രണ്ടാൾക്ക് 1500 രൂപ. 1 മണിക്കൂറാണ് നമുക്ക് യാത്രയുള്ളത്. ബോട്ടിൽ മാത്രമേ നമുക്ക് പൂവാറിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ റിസോർട്ടുകൾ, നദിയിലൂടെയുള്ള യാത്ര, അതുപോലെ തന്നെ പോകുന്ന വഴി ദേവാലയങ്ങൾ, കണ്ടൽക്കാടുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെയുള്ള അട്രാക്ഷൻ. ആദ്യം തെങ്ങിൻ തോപ്പിലൂടെയാണ് യാത്ര തുടങ്ങിയത്. ഇടയ്ക്ക് വരുന്ന കൈതക്കാടുകളും അതിലൂടെയുള്ള യാത്രകളും ഭയങ്കര രസമായി തോന്നി ഞങ്ങൾക്ക്. ഇവിടുത്തെ വേറെ രസം എന്താണെന്നറിയോ? നമുക്കിടയ്ക്കില്ലേ നീർക്കോലികളെയും ഓലപ്പാമ്പുകളെയും ഒക്കെ കാണാം. നമ്മളൊക്കെ കേരളം വിട്ട് പല പല സ്ഥലത്തും ദൂരത്ത് യാത്രകൾ പോകാറുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ കുറേ രസങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങളെന്നെ പറ, എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട്? നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. പിന്നെ നമുക്ക് പോകുന്ന വഴി ഇതുപോലെ കുറേ റിസോർട്ടുകളൊക്കെ കാണാം. മീൻ കൊണ്ടുള്ള പല വിഭവങ്ങളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് പൂവാർ പള്ളിയുടെ കുരിശ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങുകയും ചെയ്യാം. ഇനി ഇവിടെ റിസോർട്ടുകൾ കൂടാതെ ഫ്ലോട്ടിംഗ് റിസോർട്ടുകളുണ്ട്. അതാണ് ഈ കാണുന്നത്. കായലിൽ നിന്ന് നമ്മളപ്പോൾ നേരെ ചെന്നെത്തുന്നത് നെയ്യാറിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയാണ് ഇത് കണ്ടത് കേട്ടോ. ശരിക്കും നോക്കിക്കേ, ആ പാറ ഇരിക്കുന്നത് കണ്ടാൽ ഒരു ആന ഇരിക്കുന്നത് പോലെ തോന്നുള്ളൂ. പോകുന്ന വഴി പലതരം റിസോർട്ടുകളുണ്ട്, അതൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ ചെന്നെത്തുന്നത് പൊഴിമുഖത്താണ്. നെയ്യാർ നദി അറബിക്കടലിൽ ചേരുന്ന സ്ഥലം. അതായത് നദിയും കടലും ബീച്ചും ഒന്നിച്ച് ചേരുന്ന ഒരു കാഴ്ച. ഇവിടെ നമുക്ക് ഇറങ്ങാട്ടോ. ഈ ബീച്ചിനൊരു പേരുണ്ട്, ഗോൾഡൻ ബീച്ച്. ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോട്ടിൽ തിരിച്ചു പോകാം. ഇവിടെ ഒട്ടകത്തിൻ്റെ റൈഡ്സ് ഉണ്ട്, കുതിര സവാരികളുണ്ട്. അതുപോലെ ഇവിടെ കുറേ നേരം ഇരിക്കാം. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ചെറിയ ചെറിയ സ്നാക്സുകൾ കിട്ടും, ഉപ്പിലിട്ട മാങ്ങകൾ കിട്ടും. അതുമാത്രമല്ല നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ്. നല്ലൊരു യാത്രയായിരുന്നു ഇത്.